സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കിയ തൃശൂർ ജില്ലാ ടീമിന് സ്വീകരണമൊരുക്കും. ജില്ലാ അതിർത്തിയായ കൊരട്ടിയിൽ വെച്ച് ടീമിനെ സ്വീകരിക്കും. തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകിയ ശേഷം ടൗൺ ഹാളിൽ സമ്മേളനം നടക്കും. ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നു. ജെയ്സൺ ചാമോളപ്പിൽ, കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഗുഡ് മോർണിംഗ്. ജെയ്സണും ആസ്വദിക്കാം, ആനന്ദിക്കാം. ഇന്നെന്തായാലും തൃശ്ശൂർ 1/4 നൂറ്റാണ്ടിന് ശേഷം കപ്പടിച്ചുകൊണ്ട് വരികയാണ്. തൃശ്ശൂർ സാംസ്കാരിക നഗരം എന്നൊക്കെ പറഞ്ഞിട്ടും 24 വർഷമായി മറ്റ് ജില്ലകൾക്ക് തൊട്ടു പിന്നിൽ ഫിനിഷ് ചെയ്യേണ്ടി വന്നു. അതാണിപ്പോൾ മാറിയത്. മിന്നുന്ന പ്രകടനമായിരുന്നു അവസാന നിമിഷം തൃശ്ശൂരിൻ്റെതെന്ന് പറയാതെ നിവൃത്തിയില്ല. അങ്ങനെ തൃശ്ശൂർ കപ്പടിച്ചതിൽ തൃശ്ശൂർക്കാർ ഗഡികളെല്ലാം വലിയ ഹാപ്പിയാണല്ലോ അല്ലേ ജെയ്സൺ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. വലിയ സന്തോഷത്തിലാണ്. ഞാൻ മനസ്സിൽ ഞാൻ കരുതി വെച്ച ചില കാര്യങ്ങളാണ് ഇപ്പോൾ അരുൺകുമാർ പറഞ്ഞത്. ഞങ്ങൾ സാംസ്കാരിക തലസ്ഥാനം എന്നൊക്കെ പറയുന്നത്, ഞങ്ങൾ കലയുടെ വിളയാട്ടം നടക്കുന്ന സ്ഥലമാണെന്നൊക്കെ പറയുമെങ്കിലും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ ഒരു കാര്യം ദുഃഖിതരായിരുന്നു. ഞങ്ങൾക്ക് കപ്പ് കിട്ടുന്നില്ല എന്നുള്ള വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രശ്നത്തിന് ഇപ്പോൾ പരിഹാരമായി. പക്ഷേ ഞങ്ങൾ ചരിത്രം കുറിച്ചുകൊണ്ടാണ് ഏത് കാര്യം നേടുക എന്നുള്ളതാണ് തൃശ്ശൂർക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത. 1000 പോയിന്റിനും അപ്പുറത്തേക്ക് കടന്ന് ഞങ്ങൾ കപ്പ് പിടിച്ചു. എല്ലാ കാര്യങ്ങളിലും അരുൺകുമാർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. തൃശ്ശൂർക്കാർക്ക് അതിൻ്റെ വേറിട്ട ഒരു കാഴ്ചകളും കാഴ്ചപ്പാടുകളും ആശയങ്ങളൊക്കെ ഉണ്ടാവും. അത് ഇത്തവണത്തെ ഈ കലാമേളയിലും പ്രതിഫലിച്ചു എന്നതാണ് ഞങ്ങൾക്കേറെ സന്തോഷം. 1000 പോയിന്റിന് മുകളിൽ നേടുന്നത് ഒരു സംഭവമാണ്. ആ സംഭവം നടത്തി ഞങ്ങളത് അങ്ങോട്ട് എടുത്തു. പണ്ട് സുരേഷ് കവി പറഞ്ഞു, ഞങ്ങൾ തൃശ്ശൂർ അങ്ങ് എടുത്തു. ആ തൃശ്ശൂർക്കാർ പോയിട്ട് അതങ്ങോട്ട് എടുത്തു കൊണ്ടുവന്നു. അതാണ് സംഭവിച്ചത്. ഏതായാലും 9:09 കൂടിയാണ് കൊരട്ടിയിൽ നിന്ന് ഈ സ്വീകരണം നടക്കുന്നത്. ഈ ടീമിനെ മുഴുവൻ സ്വീകരിക്കും. അവിടെ മന്ത്രിമാരും അതുപോലെ തന്നെ സാംസ്കാരിക പ്രമുഖരും കളക്ടർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ടാവും കൊരട്ടി. പിന്നെ അതിനുശേഷം പുതുക്കാട് സ്വീകരണമുണ്ട്, അതുപോലെ ഒല്ലൂർ സ്വീകരണം. അങ്ങനെ 3 പ്രധാന സ്ഥലങ്ങളിലാണ് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. അതിനുശേഷം തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ ഒരു ഘോഷയാത്ര ഉണ്ടാകും. ആ ഘോഷയാത്ര സമാപിച്ച് ടൗൺ ഹാളിൽ വെച്ച് വലിയ രീതിയിലുള്ള സ്വീകരണ പരിപാടി, പൊതുസമ്മേളനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കും. ഏതായാലും വലിയ ഒരു മുന്നേറ്റത്തിന് ഒരു ഇടവേളയുണ്ടായിരുന്നു. ആ ഇടവേള മുറിച്ച് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ഇനി അടുത്ത എല്ലാ കലോത്സവങ്ങളിലും ഞങ്ങൾക്കൊരു മുൻകൈ ഉണ്ടാകും, തൃശ്ശൂർക്കാർക്കൊരു മുൻകൈ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് വരും കാലങ്ങളിൽ നമുക്ക് കാണാം അരുൺകുമാർ. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും ജെയ്സൺ പറഞ്ഞതുപോലെ തൃശ്ശൂരിന് അവകാശപ്പെട്ടതാണ്. പക്ഷേ കുറച്ച് കാലമായിട്ട് തൃശ്ശൂർ അല്പം പിന്നിലായിപ്പോയി. കണ്ണൂരും പാലക്കാടും കോഴിക്കോടും ഒക്കെ മിന്നും പ്രകടനമായിരുന്നു. അങ്ങനെ ഒടുവിൽ തൃശ്ശൂർ ആ കപ്പിങ് എടുത്തു. നമുക്ക് കപ്പ് കൊരട്ടിയിലേക്ക് എത്തുന്ന സമയത്ത് തത്സമയം ജെയ്സൺ അടക്കമുള്ളവരവിടെ ഉണ്ടാവും. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കും ഈ കുഞ്ഞു പ്രതിഭകളുടെ സന്തോഷത്തിലേക്കുമൊക്കെ ആ കാഴ്ചകളിലേക്കൊക്കെ വരാം.